ഈ വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രി ചാപ്റ്റർ 5 കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. മെയിനായിട്ട് അമോണിയ, അതേപോലെ തന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണ്, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്താണ്, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, ഇതൊക്കെ ഒരു ഇക്വിലിബ്രിയം സിസ്റ്റത്തിലെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധിച്ചുള്ള ബേസിക് ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ പാരഗ്രാഫ് പോലെ പഠിക്കാൻ തരണേക്കാളും നല്ലത് ഇത്തരം ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നെയിം ദ മെയിൻ റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ് അല്ലെങ്കിൽ മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള റോ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അമോണിയ. അമോണിയ ആണ് അവിടെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ. അതായത് NH3. അമോണിയ എന്ന് പറഞ്ഞത് നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും കോമ്പിനേഷനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. NH4Cl എന്നറിയപ്പെടുന്ന അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഒരു വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ നന്നായി അതിനൊന്ന് ഇളക്കി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സ്മെൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മെല്ലിൻ്റെ പേരെന്താണ്? അവിടെ പഞ്ചൻ്റെ സ്മെല്ലായിരിക്കും കിട്ടുക. ഈ പഞ്ചൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞത് അമോണിയയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഈ പഞ്ചൻ്റെ സ്മെൽ ഉണ്ടാവുന്നത്. ഈ വാച്ച് ഗ്ലാസിൻ്റെ മുകളിലായിട്ട് റെഡ് ലിറ്റ്മസ് പേപ്പറും കാണിക്കുക, ബ്ലൂ ലിറ്റ്മസ് പേപ്പറും കാണിക്കുക. ഏത് പേപ്പറിന് എന്ത് സംഭവിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറും? ബ്ലൂ ആയിട്ട് മാറും. ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൻ്റെ കാര്യത്തിലൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ വാച്ച് ഗ്ലാസിൻ്റെ മുകളിൽ പിടിച്ചേക്കുന്ന റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ലിറ്റ്മസ് പേപ്പറായിട്ട് മാറും. ഇവിടെ ഈ ഉണ്ടാവുന്ന അമോണിയ എന്ന് പറഞ്ഞത് ആസിഡിക് ആണോ ബേസിക് ആണോ? ബേസിക് നേച്ചറാണ് അമോണിയ ഗ്യാസിനുള്ളത് കൊണ്ട് ഇവിടെ ബേസിക്കിൻ്റെ കളറായിട്ട് ബ്ലൂ ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. ഇതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം ക്ലോറൈഡ്, അമോണിയ, വാട്ടർ. അമോണിയം ഉണ്ടാവുന്നുണ്ട്, കൂടെ വാട്ടറിൻ്റെ പ്രസൻസും അവിടെ വരുന്നുണ്ട്. ഇനി നമ്മളൊരു ഫിഗർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് ചെരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. അതായത് അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും വെച്ചിരിക്കുന്ന ടെസ്റ്റ് ട്യൂബ് ഒരു സ്ലാൻഡിങ് പൊസിഷനിലാണ് വെച്ചേക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൈ ദ ടെസ്റ്റ് ട്യൂബ് ഈസ് ഇൻ സ്ലാൻഡിങ് പൊസിഷൻ. എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റ് ട്യൂബ് ചെരിച്ച് വെച്ചിരിക്കുന്നത്? എന്താണ് കാരണം? അതായത് ഈ ഉണ്ടാവുന്ന അമോണിയ ഗ്യാസ് എന്ന് പറഞ്ഞത് വാട്ടറിൽ ഹൈലി സോലുബിൾ ആണ്. പെട്ടെന്ന് തന്നെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് ട്യൂബ് സ്ലാൻഡിങ് പൊസിഷനിൽ വെച്ചിട്ടില്ലെങ്കിൽ ഈ വാട്ടർ ടെസ്റ്റ് ട്യൂബിലേക്ക് കയറുകയും ഈ ഉണ്ടാവുന്ന ആ അമോണിയ ഗ്യാസ് പെട്ടെന്ന് തന്നെ അതിൽ ഡിസോൾവ് ആവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അമോണിയയുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അമോണിയ കിട്ടില്ല. അതായത് ഉണ്ടാവുന്ന ഗ്യാസ് ഓൾറെഡി ആ വാട്ടറിൽ തന്നെ അല്ലെങ്കിൽ ആ വാട്ടർ വേപ്പറിൽ തന്നെ ഡിസോൾവ് ചെയ്ത് പോവാണ് സാധ്യത. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിനെ സ്ലാൻഡിങ് പൊസിഷനിൽ വെച്ചേക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമുക്കിവിടെ പിക്ചറിൽ ഒരു ഡ്രൈയിങ് ടവർ കാണും. അതായത് ഉണ്ടാവുന്ന അമോണിയ ഗ്യാസിനെ നമ്മൾ കാൽഷ്യം ഓക്സൈഡ് എന്നറിയപ്പെടുന്ന ക്യുക്ക് ലൈമിലൂടെ കടത്തിവിടും. എന്തിനു വേണ്ടിയിട്ടാണ് അത് കടത്തിവിടുന്നത്? ഈ അമോണിയയിലുള്ള വാട്ടറിൻ്റെ അംശം ഇല്ലാതാക്കി അതിനെ ഡ്രൈ ആക്കി മാറ്റുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഈ അമോണിയനെ കാൽഷ്യം ഓക്സൈഡ് അഥവാ ക്യുക്ക് ലൈമിലൂടെ കടത്തിവിടുന്നത്. അതായത് അമോണിയയിൽ വെള്ളത്തിന് അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ വരും. വിച്ച് ഈസ് ദ ഡ്രൈയിങ് ഏജൻറ്റ് യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ? ഏതാണ്? കാൽഷ്യം ഓക്സൈഡ് അഥവാ ക്യുക്ക് ലൈം. ഇതാണ് ഡ്രൈയിങ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡ്രൈയിങ് ഏജൻറ്റ്? ഇതിൽ ഉപയോഗിക്കുന്ന ഡ്രൈയിങ് ഏജൻ്റെ പർപ്പസ് എന്താണ്? ടു മേക്ക് ദ അമോണിയ ഡ്രൈ ബൈ അബ്സോർബിങ് വാട്ടർ. അമോണിയനെ വാട്ടറിൽ അംശമില്ലാതെ ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഡ്രൈയിങ് ഏജൻറ്റ് നോക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്യാസ് ജാർ ടു കളക്ട് അമോണിയ ഈസ് കെപ്റ്റ് മൗത്ത് ഡൗൺവേർഡ്സ്. വൈ? ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. അതായത് ഈ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയയിൽ അമോണിയ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഗ്യാസ് ജാർ വെച്ചിട്ടുണ്ട്. നമുക്ക് പിക്ചർ കാണുമ്പോൾ അറിയാം. എന്നാൽ അത് ഇൻവേർട്ടർ പൊസിഷനിലാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ മൗത്ത് എന്ന് പറഞ്ഞത് അടിയിലോട്ടാണ് ഇരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അതായത് ഈ എയറിനെ കമ്പയർ ചെയ്യുമ്പോൾ അമോണിയ എന്ന് പറയുന്നത് ലൈറ്റർ ഗ്യാസ് ആണ്. അപ്പോൾ ഇവിടെ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എയർ ആണ് സംഭവിക്കുക. ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ ലൈറ്റർ ഗ്യാസ് അത് ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിൽ നിൽക്കും. എയർ എന്ന് പറഞ്ഞത് അതിൻ്റെ തൊട്ടടിയിലായിട്ടാണ് നിൽക്കുക.
അപ്പോൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ് അമോണിയ എന്ന് പറഞ്ഞത് അമോണിയ ഈസ് ലൈറ്റർ ഗ്യാസ്, ലൈറ്റർ ദാൻ ദ എയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വൈ കോൺസെൻട്രേറ്റഡ് H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ക്വിക്ക് ലൈം ആസ് ഡ്രൈയിങ് ഏജൻറ്റ്. നമുക്കറിയാം അമോണിയയുടെ പ്രിപ്പറേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്വിക്ക് ലൈമാണ്, എന്നാൽ കോൺസെൻട്രേറ്റഡ് H2SO4 നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം അമോണിയ എന്ന് പറഞ്ഞത് ബേസിക്കാണ്, അമോണിയയുടെ നേച്ചർ എന്ന് പറയുന്നത് ബേസിക്കാണ്. പക്ഷേ H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് ആസിഡിക്കാണ്. അപ്പോൾ ഈ ബേസിക്കും ആസിഡിക്കും ചേർന്ന് എന്തുണ്ടാവും? ഇവ രണ്ടും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ട്സ് ആണ് ഉണ്ടാവുക. സോൾട്ട്, അമോണിയും കോൺസെൻട്രേറ്റഡ് H2SO4ഉം ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോൾട്ട് ഫോർമേഷനാണ് നടക്കുക. നമുക്ക് ഇതിൽ നിന്ന് അമോണിയ എന്ന് പറഞ്ഞ ഗ്യാസ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് H2SO4 പ്രിപ്പറേഷൻ ഓഫ് അമോണിയയിൽ യൂസ് ചെയ്യാത്തത്. അടുത്തത്, റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് ഡീകമ്പോസിഷൻ ചെയ്യുമ്പോഴത്തെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് NH4Cl ആണ്. ഇത് NH3 പ്ലസ് HCl ആയിട്ട് മാറുന്നു. പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് NH3 അതേപോലെ തന്നെ HCl ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ എന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുക. ഇത്രയും നേരം നമ്മൾ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. ഇവിടെ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കാം. ഇവിടെ അമോണിയ ഉണ്ടാക്കുന്നത് നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്തുകൊണ്ടാണ്. അതായത് അണ്ടർ ദ പ്രസൻസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഹൈ ടെമ്പറേച്ചറിൻ്റെയും ഹൈ പ്രഷറിൻ്റെയും സാന്നിധ്യത്തിൽ നൈട്രജൻ ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് അമോണിയ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോഞ്ചി അയൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. നെയിം ദ കാറ്റലിസ്റ്റ് വിച്ച് വി യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ചോദിച്ചു കഴിഞ്ഞാൽ സ്പോഞ്ചി അയൺ ആണ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത് സ്പീഡ് കുറയ്ക്കും. ഒന്നുകിൽ സ്പീഡ് കൂട്ടും, ആ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടും, അല്ലെങ്കിൽ റിയാക്ഷൻ്റെ സ്പീഡ് കുറയ്ക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ എന്ന ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹേബർ പ്രോസസ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ കെമിക്കൽ ഇക്വേഷൻ N2 + 3H2 gives 2NH3. ഈ 4 പോയിൻറ്റ്സും പഠിക്കുക. മെയിനായിട്ട് കാറ്റലിസ്റ്റിൻ്റെ കാര്യം, ഈ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയനെ വിളിക്കുന്ന പേരാണ് ഹേബർ പ്രോസസ്സ്. ഇതിൽ പ്രോസസ്സിൻ്റെ പേരും ചോദിക്കും, ഹേബർ പ്രോസസ്സ് തന്നിട്ട് അത് എന്തിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണെന്നും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ ഇക്വേഷൻ, ഈ 4 കാര്യങ്ങളും പഠിക്കണം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. NH4Cl കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. NH4Cl ഗീവ്സ് ഡാഷ് പ്ലസ് HCl. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് NH3. ഈ റിയാക്ഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രണ്ടാമത്തെ, നെയിം ഓഫ് ദ പ്രോസസ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയയുടെ പ്രോസസ്സിൻ്റെ പേര് നമ്മൾ ഇപ്പം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഹേബർ പ്രോസസ്സ്. നമ്മളവിടെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽസ് ആർ യൂസ് ടു പ്രിപ്പയർ NH3 ഇൻ ലബോറട്ടറി. ലബോറട്ടറിയിൽ അമോണിയ ഉണ്ടാക്കാൻ, NH3 എന്ന് പറയുന്നത് അമോണിയാണ്, അമോണിയ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഏതൊക്കെയാണ്? ഒന്ന് അമോണിയം ക്ലോറൈഡും ഒന്ന് കാൽഷ്യം ഹൈഡ്രോക്സൈഡും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് അമോണിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ്. അടുത്തത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മളൊരുവിധം എല്ലാ പോയിൻറ്റ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എല്ലാ പരീക്ഷയ്ക്കും തിരിച്ചും മറിച്ചും ചോദിക്കുന്നേ ഉള്ളൂ. വിച്ച് ആർ ദ 2 കോമ്പൗണ്ട്സ് ഫോംഡ് വെൻ NH4Cl is strongly heated. NH4Cl സ്ട്രോങ്ലി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന 2 കോമ്പൗണ്ട് ഏതൊക്കെയാണ്? ഒന്ന് അമോണിയ, നമ്മൾ പഠിച്ചു, ഇപ്പം തന്നെ ഇക്വേഷനിൽ പഠിച്ചതാണ് NH3യും അതുപോലെ തന്നെ HClഉം ഹൈഡ്രോക്ലോറിക് ആസിഡും. ഈ 2 കാര്യങ്ങളാണ് NH4Cl സ്ട്രോങ്ലി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന 2 കോമ്പൗണ്ട്. ഇനി വിച്ച് ഇസ് ദ ഡ്രൈയിങ് ഏജൻറ്റ് യൂസ് ടു റിമൂവ് മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ അമോണിയ ഗ്യാസ്. അമോണിയ ഗ്യാസിലെ മോയ്സ്ചർ കളയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? CaO എന്നറിയപ്പെടുന്ന ക്വിക്ക് ലൈം. ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ അമോണിയം ക്ലോറൈഡ് ഹീറ്റഡ് വിത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഏതാണ്? അമോണിയ. NH3 എന്നറിയപ്പെടുന്ന അമോണിയ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഒരുവിധം എല്ലാ പോയിൻറ്റ്സും വിട്ടുകളയാണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഓരോ പോയിൻറ്റ്സും പഠിക്കുക. ഇത് പരീക്ഷയ്ക്ക് തിരിച്ചു മറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണേ.